ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് നമ്മൾ GTA 5 പുതിയ ഒരു മിഷനുമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ GTA 5 കുറേ നാളായി വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്, എനിക്കറിയാം. എന്തായാലും നമ്മൾ ഇന്നത് ചെയ്യാൻ പോവുകയാണ്. അതായത് അടുത്തൊരു മിഷനാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗായ്സ്. അതായത് നമ്മൾ മൈക്കിളിൻ്റെ ഫാമിലി ഫുള്ള് പിണങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ അവരെ ഫുള്ളൊന്ന് സെറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാനാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ മിഷനിലോട്ട് പോകാം. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചാണ് പോകുന്നത്. എപ്പോഴാണ് നടത്തില്ല മൂക്കും കുത്തി വീഴുന്നത്. അപ്പോൾ ജസ്റ്റ് മിസ് വീണേനെ ഗൈസ്. നമ്മളിപ്പോൾ നേരെ നമ്മളെ മൈക്കിളിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇതുവഴിയൊക്കെയാണ് നമ്മൾ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഇൻട്രോയിൽ കാണിച്ച പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ കിച്ചണിലോട്ട് വന്നു. ഗൈസ്, നമ്മൾ രാവിലെ തന്നെ ഒരു അര അടിക്കാനാണ് പ്ലാൻ. ഒരു ഫുള്ളാണ് ഗൈസ്. എന്തായാലും കൊള്ളാം. അങ്ങോട്ട് ഇരുന്ന് അടി തുടങ്ങാൻ പോവാണ്. ഓക്കെ, ഇരുന്ന് അടിയാണ് കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, പച്ചയ്ക്ക് അങ്ങോട്ട് അടിയാക്കണം ഗൈസ്. ഓക്കെ, നമ്മൾ TV ഒക്കെ വെച്ചു. ഇതൊന്ന് സിനിമയോ ഗൈസ്. നമ്മൾ സമയമൊക്കെ പോയി, രാത്രി ആയിട്ടുണ്ട്. ഓക്കെ, രാത്രി നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഗോ ടു ദ മെയിൻ മെഷീൻ. ഓക്കെ ഗൈസ്, നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോവാണ്. എന്തൊരു മെഷീൻ്റെ സ്ഥലത്തോട്ട് പോവാണ്. അതും നമ്മുടെ പയ്യനാണ് നമ്മളെ വിളിച്ചോണ്ട്, അതായത് ഇവൻ്റെ മോനാണിത്. ഇവനാണ് നമ്മളെ വിളിച്ചോണ്ട് പോകുന്നത്. എവിടോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. നമ്മളെന്തായാലും വണ്ടി എടുത്തിട്ടുണ്ട്. അയ്യോ, ഗേറ്റ് ശരിക്കും തുറന്ന് വന്നില്ല. അതൊക്കെ പോട്ടെ, എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മളിനി നേരെ നമ്മുടെ സ്ഥലത്തോട്ടാണ് ഗൈസ് പോകുന്നത്. ഇത് ഏത് സ്ഥലമാണ്? ഇവിടെ ആണല്ലോ. ഓക്കെ ഗൈസ്, ഇവിടെയാണല്ലേ. ഓക്കെ, നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, ഇവിടെ എന്തുവാ? മൈക്കിളിൻ്റെ ഭാര്യ ഇവിടെ അല്ലേ. ഗൈസ്, നമ്മുടെ മൈക്കിളിൻ്റെ ഭാര്യ ഇവിടാണ്. അപ്പം നമ്മൾ ഇനിയും ഇവളെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മളിനി ഇവളെ കൂട്ടിക്കൊണ്ട് പോകണം. എനിക്ക് തോന്നുന്നു ഇവനുമായിട്ടായിരുന്നു തോന്നുന്നു കമ്പനി. അതായത് മൈക്കിളുമായിട്ട് പിണങ്ങിയ സമയത്ത് അവനുമായിട്ട്, ആ മുടി വളർത്തിയവനുമായിട്ടാണ് തോന്നുന്നു കമ്പനി. അവൻ ഇച്ചിരി സീനാണ് കേട്ടോ. അവൻ വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. അവനെന്തായാലും നമ്മൾ ഇന്നൊരു ഷോട്ട് കൊടുത്തിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. അത് വേറെ കാര്യം ഗൈസ്. നമ്മളപ്പോൾ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയി. മൈക്കിൾ ഏകദേശം ഒരു വെല്ലുവിളി പോലെ മുഴക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അതെന്തായാലും ഇന്നൊരു പൊട്ടിയിൽ കൊടുക്കും. ഓക്കെ, ലാപ്പിനടിച്ച് അവളെ ലാപ്പ് എടുത്ത് തറയിലോട്ട് അടിച്ച് ഗൈസ്. അപ്പോൾ അങ്ങനെ ഓക്കെ, നമ്മൾ അവളെ ലാപ്പും അടിച്ച് പൊട്ടിച്ചു, ലാപ്പും എടുത്തു. അവളെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്തു. എനിക്ക് നമ്മൾ എന്തോ ഓൺലൈനിൽ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. നമ്മുടെ മൈക്കിളിൻ്റെ വൈഫ് കയറിയോ വണ്ടിക്കകത്ത്? അതെനിക്ക് അറിഞ്ഞുകൂടാ. ചേട്ടാ, അവൾ കയറിയില്ലേ? വൈഫ് കയറിയെന്ന് വിശ്വസിക്കാം. എന്തായാലും ഗൈസ്, നമ്മൾ അടുത്ത് നമ്മുടെ ടാറ്റു പാർലറാണ്. ഇനി അങ്ങോട്ട് പോയിട്ട് നമുക്ക് നോക്കാം ഗൈസ്, അവിടെ ഇനി എന്താണെന്ന്. അവിടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സീൻ കാണും ഗൈസ്. ഇവിടെയൊക്കെ എന്തോ കോച്ചയ്ക്കകത്ത് കേട്ടൊന്ന് വണ്ടി കൈ നിൽക്കുന്നില്ല, നല്ലപോലെ കെന്നി പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഗ്രാഫിക്സ് ഏറ്റവും കുറച്ചായിട്ട്, എന്നിട്ട് ഇത്രയും ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ എന്തുമായിരിക്കും ഗ്രാഫിക്സ് കൂട്ടിയിട്ടാൽ ഗൈസ്. പിന്നെ നമ്മുടെ ബോണറ്റ് അതുവഴി പറന്ന് പോയത് കണ്ടായിരുന്നു ആരെയും? ഞാനിങ്ങനെ കണ്ടു, നൈസായിട്ട് ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളിത് എല്ലാം കൂടി ഇടിച്ചു പൊളിച്ചിട്ട് ഇവിടെ വന്ന് നിൽപ്പുണ്ട് ഗൈസ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുക. ഓക്കെ, നമ്മൾ ടാറ്റു പാർലറിനകത്തോട്ട് കയറണം ഗൈസ്. അതായത് ഇനി നമ്മൾ അടുത്തത് ടാറ്റു അടിക്കാൻ പോവാണോ? അല്ലായിരിക്കും. ടാറ്റു പാർലർ എനിക്ക് തോന്നുന്നു മറ്റേ ആ മൈക്കിളിന് ഒരു പെൺകൊച്ചില്ലേ, അവളുടെ പുറകെ നടക്കുന്നതാണോ ഇവൻ? നമ്മളിന്ന് ഇവന് ഷോട്ട് കൊടുക്കാനാണ് ഗൈസ് പോകുന്നത്. അടുത്ത ഇവനാണ്. അവളൊക്കെ എപ്പോഴും എടുത്ത് കളഞ്ഞ് വെളിയിൽ. ഗൈസ്, ഓക്കെ, നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകണം അവനെ. ഓക്കെ, അവൻ്റെ പിരികത്തിലൊരു ഷോട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതിന് മൂക്കും കുത്തി വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരെണ്ണം കൂടെ ഷോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എവിടൊക്കെയാടാ ഷോട്ട് കൊടുത്തയാ? എൻ്റെ ഷർട്ട് അങ്ങോട്ട് ഊരി ഗൈസ്.
ഷർട്ട് ഊരിയിട്ടുണ്ട്. നമ്മളടുത്ത് ടാറ്റു അടിക്കാൻ പോകണം. നമ്മളിനി ഇതിനെ ഷർട്ട് ഊരിയിട്ട് ടാറ്റു അടിപ്പിക്കാൻ പോവാണ്. ഓക്കെ, അവർ മൗസ് നീക്കുന്ന പോലെ തന്നെ നീക്കണം. എന്താടാ ഈ വരയ്ക്കുന്നേ ഗൈസ്? എന്ത് ഈ വരയ്ക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണ് ഉദ്ദേശിക്കുന്നേ എന്നെനിക്ക് കൃത്യമായിട്ടറിയില്ല. പക്ഷേ എനിക്ക് ചെറിയ രീതിയിൽ കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതായത് നമ്മളിനി ഇവിടെ നിന്ന് കട്ട് ചെയ്യാണ്. ഓക്കെ ഗൈസ്, നമ്മളിത് അവൻ്റെ മുടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ടാറ്റു മാത്രമല്ലായിരുന്നു ഗൈസ്, ആ ടാറ്റു ഇച്ചിരി വയലൻസ് ഉള്ള ടൈപ്പ് ടാറ്റു ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാനത്. ഇനി എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അങ്ങനത്തെ ഒരു സീൻ വരുവാണെങ്കിൽ നമ്മളത് കട്ട് ചെയ്യും, കാരണം അത് ശരിയാവില്ല ഗൈസ്. അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ വണ്ടി വീണ്ടും എടുത്തിട്ടുണ്ട്. നമ്മൾ വണ്ടി ഒന്നുകൂടെ പണിയാൻ പോകണമൊക്കെ. നമ്മൾ വണ്ടി ഫുള്ളൊന്നുകൂടെ സെറ്റ് ചെയ്ത്, കാരണം ഗ്ലാസും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഏരിയയിലോട്ടാണ് പോകാൻ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോകാം. 2 മക്കളും ഒരു ഭാര്യയല്ലേ ഉള്ളായിരുന്നു. ഇനി ആരാ ഗൈസ്? ഇനി അടുത്ത എന്താ സീനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെന്തായാലും 2 വേറെയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറുക്കൻ്റെ പ്രശ്നം വല്ലതും ആണോ ഇനി? പക്ഷേ ചെറുക്കൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മൾ ചെറുക്കനല്ലേ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ പിന്നെ ഇനി ചെറുക്കൻ്റെ പ്രശ്നമാവാനും വലിയ വഴിയൊന്നും ഇല്ല ഗൈസ്. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ എന്താ സംഭവം. നമുക്ക് നോക്കാം. ചിലപ്പോൾ ആവാം, ചിലപ്പം അതൊന്നും അല്ലായിരിക്കും. ചിലപ്പോൾ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസ് ആയിരിക്കും. ഏത് ഗൈസ്, എയറിലായിരുന്നു വണ്ടി. ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, സ്കില്ലൊക്കെ ചെറിയ ടൈപ്പ് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇനിയും എന്താ പറയുക, ഈ ഒരു ഗെയിം തീർന്നിട്ട് വേണം നമുക്ക് ഫാർ ക്രൈ ഒക്കെ ഒന്ന് കൺസിസ്റ്റൻ്റായിട്ട് ഇടാൻ. എന്തായാലും ഗൈസ്, നമ്മൾ നേരെ ഇനി അടുത്ത ഏരിയയിലോട്ടാണ് പോയത് ഗൈസ്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്തെത്തും. വാട്ട് എ സ്കില്ലായിരുന്നു, നൈസായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. ഇതൊക്കെ ചെറിയ ചെറിയ സ്കില്ലുകളാണ്. ഇതൊക്കെ വലിയ വലിയ സ്കില്ലൊക്കെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ വണ്ടി അവിടെ ഇവിടെയൊക്കെ ഇടിച്ചങ്ങ് കയറും. പിന്നെ എന്താ ഗൈസ്, വലിയ സ്കില്ല് നമുക്ക് കാണിക്കാൻ അറിയത്തില്ല, അതാണ് സത്യാവസ്ഥ. ഇങ്ങനെയൊക്കെ നമുക്ക് പോകാനേ അറിയത്തുള്ളൂ. ഇതൊക്കെ ചെറിയൊരു ഗ്യാപ്പുണ്ട്, നല്ലൊരു ഗ്യാപ്പുണ്ട് അവിടെയൊക്കെ. കണ്ടോ, ഇങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ വരുമ്പോൾ നമ്മൾ വണ്ടി ഇടിക്കും. എന്തുമാത്രം കമ്പി, എന്തുമാത്രം പോസ്റ്റും കാര്യങ്ങളൊക്കെ ഗൈസ് ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോകുന്നത്. ഇതുവഴി താപ്പോട്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ വഴി തെറ്റിപ്പോയതിന്. പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്ത് വഴി തെറ്റാതെ തന്നെ ഇങ്ങ് പോന്നു. എന്തായാലും നമ്മൾ ഇവിടെ ചെന്നിട്ട് അങ്ങോട്ട് യൂ ടേൺ അടിച്ച് പോവാം. ഇതെന്താ ഇങ്ങനെ പോയത് ഗൈസ്? അത് കീബോർഡിൻ്റെ പ്രശ്നമായിരുന്നു കേട്ടോ. അതായത് കീബോർഡിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ചില സമയത്ത് ചിലപ്പോൾ ബട്ടൺ കറക്റ്റായിട്ട് വർക്കാകത്തില്ല, ഒരു ലൂസ് പോലെ ഉണ്ട് ഇടയ്ക്ക്. എന്തായാലും നമ്മൾ അടുത്ത ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. എവിടെയാടാ? ഓക്കെ ഇവിടെ ആയിരുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ അടുത്ത ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എന്തിനാണ് വന്നേ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ചെറുക്കൻ ഇറങ്ങി, ഞാനും ഇറങ്ങി. അവനിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറങ്ങണമല്ലോ, അതാണല്ലോ എൻ്റെ ശരി. അവനല്ലേ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നേ ഗൈസ്. ഇതാരാ? മൈക്കിളിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. മൈക്കിളിൻ്റെ ഭാര്യ എവിടെ ഇരിക്കുമായിരുന്നു ഗൈസ്? നമ്മൾ മൈക്കിളിൻ്റെ ഭാര്യയെ കണ്ടതേ ഇല്ല ഇത്ര നേരമായിട്ട്. ആ ചെറുക്കനെ ആ പെണ്ണിനെ കണ്ടായിരുന്നു, പക്ഷേ മൈക്കിളിൻ്റെ ഭാര്യ നമ്മൾ കണ്ടതേ ഇല്ല. പക്ഷേ എവിടെ ആയിരുന്നെന്ന് എനിക്കൊരു പിടിയില്ല ഗൈസ്. ഓക്കെ, അതെന്തോ സംഭവം. ഗോ ബാക്ക് ടു മൈക്കിൾ ഹൗസ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി, എന്തിനാണെന്ന് അറിയത്തില്ല. ഞാനാണെങ്കിൽ ആ സ്റ്റോറി അങ്ങ് സ്കിപ്പും ചെയ്തു. അപ്പോൾ ഗൈസ്, നമുക്കിനി നേരെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിതേ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ബാക്കിലത്തെ ഒരു ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി. പിന്നെ പുറയിൽ കണ്ണാടി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, പുറയിൽ ഗ്ലാസ് ഇല്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിഷയം. ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ് ഗൈസ്. നമ്മളെല്ലാ സിനിമയുടെ അവസാനം എല്ലാം എഴുതി കാണിച്ചിട്ട് വേറൊരു താരം വരത്തില്ല, അതേപോലൊരു സീനാണ് ഗൈസ് ഇത്. ഇവിടെ എല്ലാ എണ്ണം ചത്തു കിടപ്പുണ്ട്. എനിക്കൊന്ന് ഇവൻ തന്നെ കൊന്നയായിരിക്കും, ചിലപ്പോൾ ഇവൻ തന്നെ കൊന്നയാണെന്ന് തോന്നുന്നു ഗൈസ്. ആർക്കറിയാം എന്തോ സംഭവമാണ് ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.